ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നായിരുന്നു? 1908 ജനുവരി 21. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? കൊച്ചു മുഹമ്മദ്. ബഷീർ ജനിച്ച കൊല്ലവർഷ തീയതി എന്നാണ്? 1083 മകരം 8. ബഷീറിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ. ബഷീറിന്റെ പിതാവിന്റെ പേര് എന്താണ്? കായി അബ്ദുറഹ്മാൻ. ബഷീറിന്റെ മാതാവിന്റെ പേര് എന്താണ്? കുഞ്ഞാത്തുമ്മ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കഥയുടെ സുൽത്താൻ, കഥയിലെ സുൽത്താൻ, ബേപ്പൂർ സുൽത്താൻ, കേരളത്തിലെ സുൽത്താൻ, മലയാളത്തിലെ സുൽത്താൻ, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? മഹാത്മാഗാന്ധിയെ. ബഷീറിന്റെ സഹോദരങ്ങൾ ആരൊക്കെയായിരുന്നു? അബൂബക്കർ, അബ്ദുൽ ഖാദർ, ഹനീഫ, ഫാത്തിമ. ബഷീർ വിവാഹിതനായ വർഷം? 1958. ബഷീറിന്റെ മക്കൾ ആരെല്ലാം ആയിരുന്നു? ഷാഹിന, അനീസ്. ബഷീറിന്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ടാറ്റ. വിവാഹത്തിനു ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്കാണ് താമസം മാറ്റിയത്? 1962 വയലാലിൽ വീട്ടിൽ. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഫാത്തിമ ബീവി അല്ലെങ്കിൽ ഫാബി ബഷീർ. ഫാബി ബഷീറിന്റെ ആത്മകഥ ഏതാണ്? ബഷീറിന്റെ എടിയെ. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? തങ്കം. ബഷീറിന്റെ ആദ്യ കഥയായ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏതായിരുന്നു? ജയകേസരി. ബഷീറിന്റെ ആദ്യത്തെ കൃതി ഏതായിരുന്നു? 1942 പുറത്തിറങ്ങിയ പ്രേമലേഖനം. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു? ബഷീർ തന്നെ. ബഷീറിന്റെ ആദ്യ നോവൽ ഏതായിരുന്നു? ജീവിത നിഴൽപ്പാടുകൾ. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതായിരുന്നു? കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹം. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്താണ്? ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ജീവചരിത്രമായ ബഷീറിന്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷറഫ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ഭാർഗവി നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? നീല വെളിച്ചം. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആരായിരുന്നു? M വിൻസെന്റ്. ഭാർഗവി നിലയം എന്ന ചിത്രത്തിന്റെ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു? മധു. ഭാർഗവി നിലയം എന്ന സിനിമ പുറത്തിറങ്ങിയ വർഷം എന്നാണ്? 1964. ഭാർഗവി നിലയം എന്ന സിനിമയിലെ പത്മലാക്ഷൻ എന്ന വ്യക്തി പ്രസിദ്ധനായ പേര്? കുതിരവട്ടം പപ്പു. ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? വിജയ നിർമ്മല. മതിലുകൾ എന്ന സിനിമയിൽ ബഷീർ ആയി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. മതിലുകൾ എന്ന സിനിമയിൽ നാരായണി എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ആരായിരുന്നു? KPAC ലളിത. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ്? പ്രേം നസീർ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയായിരുന്നു? 1964 പുറത്തിറങ്ങിയ ഭാർഗവി നിലയവും 1967 പുറത്തിറങ്ങിയ ബാല്യകാല സഖിയുടെയും. ബാല്യകാല സഖി എന്ന നോവൽ
സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? 1967 പി ഭാസ്കരനും 2014 പ്രമോദ് പയ്യന്നൂരും. ഗുത്തിനി ഹാലട്ട ലിത്താപ്പോ സഞ്ചിന് ബാലിക ലുട്ടാപ്പി. ബഷീറിന്റെ ഏത് കൃതിയിലാണ് ഈ പാട്ടുള്ളത്? രുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു. അനുഗ്രഹീതനായ ബഷീർ ഇത് ആരുടെ രചനയാണ്? തരകൻ KM. ഉജ്ജീവനം എന്ന വാരികയിൽ ഏതു തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. ഈ വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന ബഷീറിന്റെ വിഖ്യാതമായ പദപ്രയോഗം ഉള്ള നോവൽ ഏതായിരുന്നു? രുപ്പാപ്പയ്ക്കൊരാന ഉണ്ടായിരുന്നു. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? EM അഷറഫ്. ബഷീർ രചിച്ച VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകം ഏതായിരുന്നു? നേരും നുണയും. ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ്? അനർഘ നിമിഷം. ബഷീറും കാരൂർ നീലകണ്ഠപിള്ളയും ഒരേ പേരിൽ കഥകൾ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേര് എന്താണ്? പൂവൻ പഴം. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് അഷർ. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? നേരും നുണയും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് എന്താണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ്? ഭാർഗവി നിലയം. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? 1990 പുറത്തിറങ്ങിയ മതിലുകൾ. ബഷീറിന്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. മജീദും സുഹറയും കഥാപാത്രമാകുന്ന ബഷീറിന്റെ പുസ്തകം ഏതാണ്? ബാല്യകാല സഖി. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ബഷീറിന്റെ നോവൽ ഏതാണ്? ബാല്യകാല സഖി. ബേപ്പൂർ എന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? EM അഷറഫ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടിയുള്ള ബഷീറിന്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. ബഷീർ എഴുതിയ ഏക നാടകം ഏതാണ്? കഥാബീജം. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര്? ഉജ്ജീവനം. ഭാരതത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ജ്ഞാനപീഠം. ബഷീർ കൃതിയായ ബാല്യകാല സഖി പഠന വിഷയമാക്കിയത് ആരാണ്? കുട്ടി കൃഷ്ണമാരാർ. തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ സഹപ്രവർത്തകൻ? MP പോൾ. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. ഉജ്ജീവനം എന്ന പത്രത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതുവാൻ ബഷീർ സ്വീകരിച്ച തൂലികാ നാമം ഏതായിരുന്നു? പ്രഭ. ജീവിതത്തിൽ നിന്ന് പറിച്ചു ചീന്തിയ ഒരു ഏടാണ് ഇത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീറിന്റെ കൃതി ഏതാണ്? ബാല്യകാല സഖി. 2017 പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? അനീസ് അൻവർ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ്? MA റഹ്മാൻ. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമ കാഹളം. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ്? PA ബക്കർ. 1985 സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? 1982.
ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? 1982 ലഭിച്ച പത്മശ്രീ അവാർഡ്.